സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഓക്കെ, നമുക്കപ്പോ ചെയ്തു തുടങ്ങാൻ റെഡിയാണോ എല്ലാവരും? ചെയ്തു തുടങ്ങാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പൊ ഇന്ന് ആരാണ് നമ്മളെ യോഗ ചെയ്യിക്കുന്നത്? ടീച്ചറല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇന്നലെ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങിക്കോ. ടീച്ചർ സഹായിക്കാൻ ബാക്കി. ടീച്ചർ എന്തായിരുന്നു ഇന്നലെ ചെയ്യിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം, അതിന് മുന്നത്തെ ദിവസം എന്താ ചെയ്യിച്ചതെന്നൊക്കെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് അത് വീണ്ടും അതൊന്ന് പറഞ്ഞ് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു തന്ന് എല്ലാവരും ഒന്ന് ചെയ്യിക്കാനായിട്ട് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? അല്ലെ ഇന്ന് ടീച്ചർ തന്നെയാണോ പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്ക്? ഭാവിയിൽ ഒരുപക്ഷെ ടീച്ചറെക്കാളും നന്നായിട്ട് യോഗയൊക്കെ ചെയ്യുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരൊക്കെ ഭാവിയിൽ ഇതുപോലെ ഒത്തിരി പേർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ ആരെങ്കിലും? എല്ലാരും നോക്കിയിരുന്ന് ചിരിക്കുകയാണല്ലേ, അവരൊന്നും മിണ്ടുന്നില്ല. സാരമില്ല, ഇന്ന് ടീച്ചർ പറഞ്ഞു തരാം. പക്ഷെ ഇനി ഒരിക്കൽ കൂടി ടീച്ചർ പറയുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന് ആരെങ്കിലും കൃത്യമായിട്ട് കമാൻഡ്സ് എല്ലാം പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എല്ലാവർക്കും കൊടുത്ത് അത് ചെയ്യിക്കാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, റെഡിയാണോ? നമുക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഏത് ആസനയാണ് തുടങ്ങി ചെയ്യുന്നത്? ഫസ്റ്റ് യോഗിക് എക്സസൈസ് നമ്മൾ ഏതായിരുന്നു ഇന്നലെ ചെയ്തത്? ഏറ്റവും ആദ്യം സുഖാസന. അപ്പൊ എല്ലാവരും സുഖാസന പൊസിഷനിലേക്ക് വന്നേന്ന്. എല്ലാവരും വേഗം ഒന്ന് സുഖാസന പൊസിഷനിലേക്ക് വരിക. സുഖാസന പൊസിഷനിൽ വന്നു. നടുവൊക്കെ നിവർത്തിയിരിക്കുക. കൈകൾ ചിൻമുദ്രയിൽ കൊണ്ടുവരിക. രണ്ട് കൈയും മുന്നോട്ട് നിവർത്തി പിടിക്കുക. കാൽമുട്ടിൽ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്ത് കൈകൾ ചിൻമുദ്രയിൽ വെച്ച് നേരെ മുന്നോട്ട് നോക്കി ഒരിടത്ത് നോക്കി പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ശരീരം ഇപ്പം നടുവെല്ലാം നിവർന്നിരിക്കുകയാണ്. നമ്മുടെ കൈകൾ ചിൻമുദ്രയിലാണ്. രണ്ട് കൈകളും നീട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ആരും മടക്കിയൊന്നും ഇരിപ്പില്ലല്ലോ. എല്ലാവരും അപ്പൊ കൈകളൊക്കെ നിവർത്തി, കൈ വിരലുകൾ ചിൻമുദ്രയിൽ കൊണ്ടുവന്ന് നടു നിവർത്തി ഇരിക്കുകയാണ്. ഇനി ടീച്ചർ ഇൻഹെയിൽ എക്സെയിൽ കമാൻഡ്സ് ഇവിടെ നിന്ന് തരും, കൗണ്ട് തരും. അപ്പൊ അതിനനുസരിച്ച് മക്കള് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പിടിച്ചു വെക്കുന്ന സമയത്ത് പിടിച്ചു വെക്കുക. അതിനുശേഷം ശ്വാസം വെളിയിലേക്ക് വിടാൻ പറയുമ്പോൾ വെളിയിലേക്ക് വിടുക. ഇൻഹെയിൽ 1 2 3. Hold the breath. 1 2. Exhale. 1 2 3. Again. Inhale. 1 2 3. Hold the breath. 1 2. Exhale. 1 2 3. Again. Inhale. 1 2 3. Hold the breath. 1 2. Exhale. 1 2 3. Open your eyes. എല്ലാവരും ചിന്മുദ്ര പതുക്കെ മാറ്റിക്കൊള്ളുക. നടു നിവർത്തി തന്നെ ഇനി ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ടീച്ചർ ഇവിടെ ഇരുന്ന് പറഞ്ഞ സമയത്ത് ചിലരെങ്കിലും ഇടയ്ക്കൊന്ന് കണ്ണൊക്കെ തുറക്കാനുള്ളൊരു ഒരു പ്രലോഭനമൊക്കെ പലർക്കും ഉണ്ടായി. ടീച്ചർ ഇവിടെ നിന്ന് കാണുന്നുണ്ട്.
അപ്പൊ നമുക്ക് ഈ കണ്ണുകൾ അടച്ചു വെക്കാൻ പറ്റുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഏകാഗ്രതയുണ്ട്, നല്ല കോൺസെൻട്രേഷൻ ഉള്ളത് കൊണ്ടാണ് കണ്ണുകൾ അടച്ചു വെക്കാൻ പറയുമ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് കണ്ണുകൾ അടച്ചു വെക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ കണ്ണ് ആർക്കെങ്കിലും ഒക്കെ തുറക്കാനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്ന് മനസ്സിലാക്കണം, അവരുടെ കോൺസെൻട്രേഷന്റെ ലെവല് ഇനിയും ഒരുപാട് കൂട്ടാനായിട്ടുണ്ട്. സാരമില്ല, നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യുമ്പോൾ എത്ര നേരം വേണമെങ്കിലും പുറത്തൊക്കെ എന്തൊക്കെ ശബ്ദങ്ങൾ നടന്നു കഴിഞ്ഞാലും നമ്മളുടെ കോൺസെൻട്രേഷൻ പോകാതെ തന്നെ നമ്മളുടെ ഈ ബ്രീത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓർമ്മശക്തിയൊക്കെ കൂടുന്നത്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നല്ല ഉത്സാഹം വരുന്നത്. ഇപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് തളർന്നിരിക്കുന്ന ഒരാളെയാണോ അല്ലെങ്കിൽ എല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ആൾക്കാരെയാണോ നമുക്കിഷ്ടം? ഓടി നടന്ന് ചെയ്യുന്ന ആൾക്കാരാണ് ഇഷ്ടം. അപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓടി നടന്ന് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും നമുക്ക് തളർന്നു പോകാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷെ ഒത്തിരി തളർന്നു പോകുന്ന സമയത്തും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏകാഗ്രതയോടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനുള്ള എനർജി നേരത്തെ തന്നെ ശരീരത്തിൽ വെക്കണം. അപ്പൊ യോഗ നമുക്ക് എനർജി തരുന്നതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ ഈ മാറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ ശരീരത്തിൽ എനർജി ഒന്നും നമ്മുടെ വേറെ ഇങ്ങോട്ടും പോകാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സുഖാസനയിൽ ഇരുന്ന് നമ്മൾ ബ്രീത്തിങ് ചെയ്തു. ഇന്ന് ടീച്ചർ അടുത്തൊരു ആസന സിറ്റിംഗിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു യോഗിക് എക്സസൈസ് പഠിപ്പിക്കാം. ഇപ്പൊ ടീച്ചർ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാണുന്നുണ്ടോ? മുട്ടുമേൽ അവിടെ ഇരിക്കുകയാണ്, മുട്ടുമേൽ ഇങ്ങനെ അമർന്നിരിക്കുകയാണ് പുറകോട്ട്. ഓക്കെ, അതെ. അപ്പം ഈ ഒരു പൊസിഷൻ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ടീച്ചർ കാല് പുറകുവശത്ത് എങ്ങനെയാ വരുന്നതെന്ന് ടീച്ചർ ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കാലം പുറകുവശത്ത് അതുപോലെയാണെന്നൊന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചറിന്റെ കാലുകൾ ശ്രദ്ധിക്കുക. ടീച്ചറിന്റെ കാലുകൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നാണ് നിവർത്തി ടീച്ചർ ഇരിക്കുന്ന ആ പൊസിഷൻ നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്കും ഇപ്പൊ കാണാവോ? ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞുതരാം, ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, മക്കൾ ഇരിക്കുന്ന സമയത്ത് മുട്ടുമേൽ ഇരിക്കുന്ന സമയത്ത് പരമാവധി അമർന്ന് അവിടെ ഇരിക്കുക. കാലിന്റെ മുൻവശവും കൂടി നമ്മുടെ മാറ്റില് അല്ലെങ്കിൽ നമ്മുടെ പായില് നമ്മുടെ ഷീറ്റില് വരത്തക്ക രീതിയിൽ അമർന്ന് ഇരിക്കുക. ഓക്കെ, ഒന്നുകൂടി ടീച്ചർ കാണിക്കാം. പേടിക്കല്ല മക്കളെ, നമുക്ക് ഒരു പുതിയൊരു കാര്യം കൂടി നമ്മളിത് പഠിക്കാണ്. എളുപ്പമുള്ള ഒരു കാര്യമാണ്, കാണാൻ പറ്റാത്തത് കൊണ്ടാണ് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഒന്നുകൂടി ടീച്ചറിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ടീച്ചർ തിരിഞ്ഞ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ടീച്ചറിന്റെ കാലുകൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. മാറ്റില് നല്ല ചേർത്താണ് ടീച്ചറിന്റെ കാലുകൾ ഇരിക്കുന്നത്, കാലിന് മുൻഭാഗം ഇരിക്കുന്നത്, നടുവിങ്ങനെ നിവർത്തി ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ടീച്ചറിനെ ഇങ്ങനെ ഫേസ് ചെയ്തിപ്പോ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലുകൾ ഈ രീതിയിലാണെന്നൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടോ നിങ്ങള്? ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്ന പോലെ ചെയ്തോ, സാരമില്ല, പറഞ്ഞു തരാം ഞാൻ ബാക്കി. ചിലപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും കാലിന് വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇരുന്ന് നോക്ക്. നമ്മളിന്ന് പുതിയൊരു യോഗിക് എക്സസൈസ് പഠിക്കാൻ പോവാണ്. വജ്രാസന എന്നാണ് പേര്, വജ്രാസന. ഓക്കെ, ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് കാലിന് ചിലപ്പോ ഭയങ്കര വേദനയൊക്കെ ചിലപ്പോ ചിലർക്കെങ്കിലും തോന്നും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അധിക നേരം ഇരിക്കേണ്ട, നമ്മളിങ്ങനെ മുട്ടുകുത്തി പരമാവധി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. മുട്ട് മടക്കിയിട്ട് വേണം ഇരിക്കാൻ, മുട്ട് മടക്കി. ഓക്കെ, ഇപ്പൊ ടീച്ചർ ഇരിക്കുന്ന പൊസിഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ കണ്ടോ ടീച്ചർ ഇരിക്കുന്നത് എങ്ങനെയാന്ന്? ഓക്കെ, ഇനിയും ടീച്ചർ പുറകിൽ കാണിച്ചു തരാം ഒന്നുകൂടി. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ടീച്ചർ ഇരിക്കുന്നത് എങ്ങനെയാന്ന്?
ആ ഓക്കെ. അപ്പൊ ഇപ്പൊ ശ്രദ്ധിക്കുക, ടീച്ചർ എങ്ങനെയാണ് കാലുകൾ വെച്ചിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. നടു പുറകിൽ നിവർത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. തോളിന്റെ സ്ഥാനം ശ്രദ്ധിക്കുക. തോളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? അല്ല, നിവർന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ഇരിക്കാവോ? ഇതുപോലെ ഒന്ന് ഇരിക്കാവോ എല്ലാവരും? കാലിന് വേദന തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷം ടീച്ചർ പറയുമ്പോൾ ഇരിക്കുക. ഓക്കെ. എഴുന്നേറ്റ് നിൽക്കാൻ തോന്നുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നോ. ടീച്ചർ ഒരു 5 വരെ കൗണ്ട് ചെയ്യും. അപ്പോഴേക്കും പതുക്കെ ഈ പൊസിഷനിലേക്ക് വന്നാൽ മതി. ഓക്കെ. One, 2, 3, 4, 5. ഓക്കെ. ഇനി എല്ലാവരും ഒന്ന് പതുക്കെ വജ്രാസന പൊസിഷനിലേക്ക് ഒന്ന് വന്നേ. വജ്രാസന പൊസിഷനിൽ വരുമ്പോൾ നമ്മുടെ കാൽമുട്ടുകൾ നമ്മുടെ തൊടയെല്ലാം ഇങ്ങനെ അടുപ്പിച്ചാണ് ഇരിക്കേണ്ടത്. അകത്തിയല്ല, അടുപ്പിച്ചാണ് ഇരിക്കേണ്ടത്. ഓക്കെ. നമ്മുടെ കൈ പത്തികൾ പതുക്കെ നമ്മുടെ മുട്ടിലൊന്ന് ടച്ച് ചെയ്യണം. നമ്മുടെ ഷോൾഡറൊക്കെ നേരെ ഇരിക്കണം. നടു നിവർത്തിയിരിക്കണം. ഓക്കെ. ഇപ്പൊ ടീച്ചറിന്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടോ? പറയുന്നത് കേൾക്കാൻ പറ്റും. ഇനി ടീച്ചർ പറയുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും വജ്രാസന കിട്ടിയോ? വജ്രാസന കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സാരമില്ല, ടീച്ചർ ഇനിയാണേലും ഒന്നുകൂടെ പറയാം. ഓക്കെ. നമ്മളിത് പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ പതുക്കെ ടീച്ചർ കമാൻഡ് തരട്ടെ. ഓക്കെ. എല്ലാവരും വജ്രാസന പൊസിഷനിൽ വരിക. അപ്പൊ ടീച്ചർ ഇവിടുന്ന് പലരെയും കാണുന്നുണ്ട്. കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാൽമുട്ടുകളും തുടയൊക്കെ പരമാവധി അടുപ്പിച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ ഷോൾഡർ പരമാവധി നിവർത്തി വെക്കുക. നടു നിവർത്തി വെക്കുക. കൈകൾ നേരെയാക്കി പതുക്കെ ഒന്ന് കാലിന്റെ മുട്ടിൽ ടച്ച് ചെയ്യുക. അതായത് ഇപ്പം വലത് കൈയാണെങ്കിൽ വലത് കാലിന്റെ മുട്ടിലും, ഇടത് കൈയാണെങ്കിൽ ഇടത് കാലിന്റെ മുട്ടിലും പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കുക. ഓക്കെ. ഈ ഒരു പൊസിഷന്റെ പേരെന്താണ് ടീച്ചർ പറഞ്ഞത്? വജ്രാസന. പതുക്കെ മക്കൾ എന്ത് ചെയ്യണം? കണ്ണ് തുറന്നുകൊണ്ട് നമുക്കൊന്ന് ബ്രീത്തിങ് ചെയ്യാം. ഓക്കെ. ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ടീച്ചർ ഇവിടുന്ന് പറഞ്ഞു തരാം. Inhale. 1, 2, 3. Hold the breath. 1, 2. Exhale. 1, 2, 3. ഓക്കെ. മനസ്സിലായോ? ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. ഓക്കെ. കാലും അടുത്തെങ്കിൽ എല്ലാവരും പഴയ പോലെ സുഖാസന പൊസിഷനിലേക്ക് ഒന്ന് വരുമോ? ഓക്കെ. എല്ലാവരും പതുക്കെ സുഖാസന പൊസിഷനിലേക്ക് ഒന്ന് വരുമോ? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത യോഗിക് എക്സസൈസിന്റെ പേരാണ് വജ്രാസന. ഈ വജ്രാസന എന്ന് പറഞ്ഞ ഈ എക്സസൈസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ഇത്. സാധാരണ നമ്മൾ എക്സസൈസ് എപ്പോഴാണ് ചെയ്യുക? ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്താണ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നെയാണ് എക്സസൈസ് ചെയ്യുക. പക്ഷെ ഈ ഒരു എക്സസൈസിന്റെ വജ്രാസനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ദഹന പ്രക്രിയയെ എളുപ്പമാക്കുന്നു. നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ വേഗത്തിലാക്കാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ വജ്രാസന. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഈ വജ്രാസന പൊസിഷനിൽ കുറച്ചു നേരം ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ദഹന പ്രക്രിയയൊക്കെ വളരെ നല്ലതായിട്ട് നടക്കാനായിട്ട് പറ്റും. ആ ഡൈജഷൻ പ്രോസസ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടക്കും. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഫുഡും
ആവശ്യമുള്ള എനർജിയൊക്കെ പോരെ? ഒത്തിരി എനർജി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള എനർജിയൊക്കെ പോരെ? അപ്പൊ അതാണ് നമ്മൾ ശരീരത്തിലേക്ക് എനർജിയൊക്കെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് വജ്രാസന. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച വജ്രാസന എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം വജ്രാസനയില്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ആ സംസാരിക്കുന്ന ആൾ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുവോ? അതെ, ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് വജ്രാസന. മുട്ടുമേലിരുന്ന് നമ്മൾ ചെയ്തില്ലേ? പേരെന്താണെന്ന് പറയൂ മോളെ. ആ, രണ്ടുപേരുണ്ടല്ലേ അവിടെ? മനസ്സിലായോ? വജ്രാസനം മനസ്സിലായോ ജുവാനയ്ക്ക്? ഓക്കെ ഓക്കെ, അപ്പൊ വജ്രാസനം മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഇന്നലെ ഒരെണ്ണങ്ങളോട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? മറന്നുപോയി ടീച്ചർ. ഇന്നലെ നമ്മൾ ഒരു ആസനം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്നിട്ടാണോ ഇരുന്നിട്ടാണോ എന്ന് ടീച്ചർ മറന്നുപോയി. ആ, പ്രണമാസനം. അപ്പൊ നമുക്കിനി പ്രണമാസനം ചെയ്യാം. പ്രണമാസനം ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിന്നോ. പ്രണമാസനം ഇരുന്നോണ്ടല്ലോ, എഴുന്നേറ്റ് നിന്നല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, പതുക്കെ എഴുന്നേറ്റ് നിന്ന് പ്രണമാസനം ചെയ്തോ. ടീച്ചർ ഒരു 5 കൗണ്ട് തരുമ്പോഴേക്കും നിങ്ങൾ പ്രണമാസനം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവണം. ഓക്കെ, ക്യാമറ മക്കൾ അധികം ശ്രദ്ധിക്കേണ്ട. മക്കള് ചെയ്യുന്ന കംഫർട്ട്നെസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പ്രണമാസനം ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചതാണ്. സംശയമുള്ളവർ മാത്രം ടീച്ചർ ചെയ്യുന്നൊന്ന് നോക്കിയാൽ മതി. അല്ലാത്തവര് ടീച്ചർ പറയുന്നത് കേട്ടിട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, പ്രണമാസനയിലേക്ക് നമ്മൾ വരികയാണ്. 1 2 3 4 5. നമ്മുടെ കാലുകൾ രണ്ടും ഷോൾഡർ വിഡ്ത്തിൽ നമ്മൾ വെക്കുക. ഒത്തിരി അകന്നു പോകാതെ, എന്നാൽ ഒത്തിരി അടുത്ത് വരാതെ, ഷോൾഡറിന്റെ അകലത്തിൽ നമ്മുടെ 2 കാലുകളും, തോളിന്റെ അകലത്തിൽ 2 കാലുകളും വെക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ രണ്ടും കൂപ്പുക. 90 ഡിഗ്രി ആംഗിൾ എന്ന ആ ഒരു കാര്യം മനസ്സിൽ ഓർക്കുക. നമ്മൾ വല്ലാതെ അടുപ്പിച്ചും വല്ലാതെ അകത്തേയും കൊണ്ടുപോകാതെ ആ 90 ഡിഗ്രി ആംഗിളിൽ നമ്മുടെ കൈമുട്ടുകൾ രണ്ടും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കൂപ്പിയ കരങ്ങൾ നമ്മുടെ ചെസ്റ്റിന്റെ തൊട്ട് മുന്നിലായിട്ട് പിടിക്കുക. ചെസ്റ്റിനോട് ഒത്തിരി ചേർത്ത് വെക്കാതെയും എന്നാൽ ഒത്തിരി അകന്നു പോകാതെയും വെക്കുക. അതിനുശേഷം മുന്നിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നേരെ നോക്കി നിൽക്കുക. അതിനുശേഷം പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. ഇനി ടീച്ചർ കൗണ്ടിങ് തരും. ശ്വാസം എടുക്കാനുള്ളതിന്റെ, ശ്വാസം വിടാനുള്ളതിന്റെ, ഹോൾഡ് ചെയ്യാനുള്ളതിന്റെ. അതിനനുസരിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഹോൾഡ് ചെയ്യുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യുക. ഇൻഹേൽ 1 2 3. ഹോൾഡ് ദ ബ്രീത്ത് 1 2. എക്സേൽ 1 2 3. Again, inhale 1 2 3. Hold the breath 1 2. Exhale 1 2 3. Again, inhale 1 2 3. Hold the breath 1 2. Exhale 1 2 3. Open your eyes. പതുക്കെ നമ്മൾ കൂപ്പിയ കരങ്ങൾ മാറ്റുന്നു.
നമ്മുടെ കാലുകളെല്ലാം നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ പ്രണമാസന ചെയ്യാനായിട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ബോക്സിൽ പേര് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇന്നലത്തെയും മെലിഞ്ഞാന്നത്തെ ടീച്ചറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ ഇന്ന് പുതുതായിട്ട് ആരെങ്കിലും ടീച്ചറുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മറക്കാതെ പേര് ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ദിവസവും പിന്നെ ഇന്നലത്തെ ദിവസവും ടൈപ്പ് ചെയ്തവർ ടൈപ്പ് ചെയ്യണ്ട. ഇന്ന് പുതുതായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നവരൊന്ന് പേരുകൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, പതുക്കെ എല്ലാവരും അവിടെ ഇരുന്നോ എല്ലാവരും? അപ്പൊ ടീച്ചർ പതുക്കെ ഒരാളെ വിളിക്കട്ടെ, ഇന്ന് ചെയ്ത് കാണിച്ചതെല്ലാം ചെയ്യിക്കാനായിട്ട്. ആരെ വിളിക്കണം ടീച്ചർ പറഞ്ഞു? അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സന്തോഷം. അല്ലെങ്കിൽ ടീച്ചറിന്റെ കയ്യിൽ ഒത്തിരി പേരുകളുണ്ട്, ടീച്ചർ ആരുടെയിലൊക്കെ പേര് വിളിക്കും. അപ്പൊ അവര് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കും. ഒന്നും പറയണ്ട, ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. റെഡിയാണോ? ഓക്കെ, അപ്പൊ ടീച്ചർ പേര് വിളിക്കണോ അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും മുന്നോട്ട് തന്നെ വന്ന് ചെയ്ത് കാണിക്കണോ? ആരാ പറഞ്ഞത്? ഓക്കെ, ഏഞ്ചൽ മേരി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ടീച്ചർ കാണിച്ചു തന്ന നമ്മുടെ യോഗിക് എക്സസൈസ് കാണിച്ചു തരും. ഏഞ്ചൽ റെഡിയാണോ? ഓക്കെ, അപ്പൊ ഏഞ്ചൽ ചെയ്യുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഏഞ്ചൽ ഒന്ന് പതുക്കെ ക്യാമറ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവോ? കുറച്ചുകൂടി അല്ലെങ്കിൽ ഒന്ന് പുറകോട്ട് ഇറങ്ങിയിരുന്നാലും മതി. ഏഞ്ചൽ നമുക്ക് എല്ലാവർക്കും കാണണ്ടേ? ഏഞ്ചൽ ചെയ്യുന്നത് നമുക്ക് കാണണ്ടേ? അപ്പൊ ഇപ്പൊ ഏഞ്ചൽ വന്നതുപോലെ നാളെയും അടുത്ത ദിവസങ്ങളിൽ, നാളെയല്ല ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മക്കൾ ഇതുപോലെ ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് റെഡി ആവണം. ഓക്കെ, തെറ്റിപ്പോയാലൊന്നും ഒരു പ്രശ്നവുമില്ല, നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ഏഞ്ചൽ റെഡിയാണോ ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പൊ ഏഞ്ചൽ തുടങ്ങിക്കോ. ഫസ്റ്റ് ആ ആസനയുടെ പേര് പറഞ്ഞ് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരിക. ഓക്കെ, വജ്രാസനയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഏഞ്ചൽ വജ്രാസന ചെയ്തു. ഇനി അടുത്ത ആസനം ഏതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചെയ്തോ ഏഞ്ചൽ? കുഴപ്പമില്ല, പോട്ടെ, ചെയ്തോ. ഓർമ്മ വരുന്ന അനുസരിച്ച് ചെയ്തോ. മറന്നു പോയെങ്കിൽ ഒന്ന് ടീച്ചറിനോട് പറഞ്ഞാൽ മതി, ടീച്ചർ പറഞ്ഞു തരാം. പ്രണമാസന പ്രണമാസന ചെയ്യോ ഏഞ്ചൽ? ഓക്കെ, പ്രണമാസന ഇപ്പൊ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് ഏതാ ടീച്ചർ പഠിപ്പിച്ചത്? സുഖാസന പറഞ്ഞു തന്നു, ഫ്രണ്ട്സ് പറഞ്ഞു തന്നു സുഖാസനയാണെന്ന്. അപ്പൊ ഒന്ന് ചെയ്തേ. ഓക്കെ, അപ്പൊ ഏഞ്ചലിന് നമുക്ക് വേണ്ടിയിട്ട് ഏഞ്ചലിന് അറിയാവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ. ഏഞ്ചലിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഏഞ്ചലിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ.
നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് നിങ്ങൾ ചെയ്തതെല്ലാം ചെയ്ത് നമുക്ക് വേണ്ടി കാണിച്ചു തന്നു കേട്ടോ. നന്നായിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ കണ്ടോ, ഇപ്പൊ ഏഞ്ചൽ മുന്നോട്ട് വന്ന പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളും ടീച്ചർ വിളിക്കുമ്പോൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരണം. ഓക്കെ, തെറ്റ് വരുന്നൊന്നും സാരമില്ല, നമുക്ക് തെറ്റ് അപ്പൊ അതൊക്കെ ടീച്ചർ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഇന്ന് ഏഞ്ചൽ ചെയ്തപ്പോ ശ്രദ്ധിച്ചോ, ടീച്ചർ ഇവിടെ നിന്ന് പറയുന്ന കമാൻഡുകൾ വരെ അതേപോലെ ഏഞ്ചൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി മക്കൾ ഇനി ചെയ്യുമ്പോൾ ടീച്ചർ പറയുന്ന കമാൻഡുകൾ പറയണ്ട, മക്കൾ ജസ്റ്റ് ബ്രീത്ത് ചെയ്യുകയും എക്സേൽ ചെയ്യുകയും ചെയ്യുന്ന മാത്രം ചെയ്താൽ മതി. ടീച്ചർ ഇവിടെ നിന്ന് മക്കൾക്ക് ചെയ്യാനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് കമാൻഡുകൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏഞ്ചൽ ഒരു ടീച്ചറായിട്ട് ഉണ്ട് കേട്ടോ. ടീച്ചർ നല്ല കമാൻഡ് തരും നമ്മുടെ ഏഞ്ചൽ ടീച്ചർ കേട്ടോ. കാരണം നന്നായിട്ട് ടീച്ചറെക്കാളും നന്നായിട്ട് കമാൻഡുകൾ ഏഞ്ചൽ ടീച്ചർ നമുക്ക് തരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനിയും തൊട്ട് ചെയ്യുമ്പോൾ ഒരാൾ കമാൻഡ് കൊടുക്കണം, അടുത്തൊരാൾ അത് ചെയ്യണം. അപ്പൊ റെഡിയാണോ? അടുത്ത ക്ലാസ് തൊട്ട് ഒരാൾ കമാൻഡ് കൊടുക്കാനും കൗണ്ട് കൊടുക്കാനും ഒരാൾ ചെയ്യാനുമായിട്ട് റെഡിയാണ്. ടീച്ചർ ആരുടെയൊക്കെ പേര് വിളിക്കും, അല്ലെ പേര് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് വേഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പോലെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ? ആരാ ചോദിച്ചത്? ഇന്ന് പുതുതായിട്ട് പഠിച്ച എക്സസൈസിന്റെ പേര് വജ്രാസന. വജ്രാസന. ആ, നമ്മൾ ഇന്നലെ പഠിച്ച ആസനങ്ങളുടെ പേര് എന്താണ്? രണ്ടെണ്ണം നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. ഒന്ന് സുഖാസന, ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. സുഖാസന. നിന്നുകൊണ്ട് ചെയ്യുന്നത് പത്മാസന, പ്രണമാസന. ഓക്കെ, പത്മാസന വേറൊരു എക്സസൈസ് ആണ്, പിന്നെ പഠിപ്പിക്കാം. പ്രണമാസനയായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത് സുഖാസന. ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് വജ്രാസന. അപ്പൊ നിങ്ങൾ 3 എക്സസൈസ് പഠിച്ചു. ഓക്കെ, നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് 3 ദിവസമായി. 3 ദിവസം കൊണ്ട് നിങ്ങൾ 3 എക്സസൈസ് പഠിച്ചു. മിടുക്കരാണ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചതുകൊണ്ടാണ് ടീച്ചർ വേഗം പറഞ്ഞു തന്നത് അടുത്തത് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഡൗട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? പിന്നെ മക്കൾ ഈ ദിവസങ്ങളിലൊക്കെ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം യോഗ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അല്ല വെള്ളം കുടിക്കേണ്ടത്. ഇപ്പൊ യോഗ ചെയ്യാൻ വരുവാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മുന്നേ ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ 2 ദിവസം ശനിയും ഞായറും ആണല്ലോ വരുന്നത്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ മറക്കാതെ മക്കൾ വെള്ളം പരമാവധി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. വെറുതെ ഉറക്കമൊന്നും കളഞ്ഞ് നിങ്ങൾ മറ്റൊരു പരിപാടിക്കും പോകരുത്. ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ മക്കൾ നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. പറഞ്ഞോ. ഡൗട്ട് ചോദിച്ചോ. യോഗയുടെ ആപ്പ് ഉണ്ട്. പല യോഗിക് എക്സസൈസുകൾ 30 മിനിറ്റിലായിട്ട് ചെയ്യുന്നു. കൗണ്ട് ഒക്കെ തന്നല്ലേ? ഓക്കെ, അത് ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്ത് നോക്കിയോ? നോക്കിയിട്ട് എന്തുണ്ട് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരോടും. ഒരു യോഗ ആപ്പ് ഉപയോഗിച്ച് ചെയ്ത എക്സ്പീരിയൻസ്. മോൾ പേരൊന്ന് പറയാവോ? 30 മിനിറ്റ് കഴിഞ്ഞാല് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനുള്ള റെസ്റ്റിന്റെ മിനിറ്റ് തരും. റെസ്റ്റ് ചെയ്യാനുള്ള. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോ വീണ്ടും യോഗ. കുറച്ച് പോയി വെള്ളം കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യുക. എന്നിട്ട് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് അതന്നെ എന്നിട്ട് അത് വേറെ ഇങ്ങനെയാ പറയുന്നത്. 1 2 3 ബാക്ക്വേർഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചെയ്യാവുന്ന എക്സസൈസിന്റെ പാക്കേജുകൾ അതിനകത്തുണ്ട്. നമ്മളിപ്പം അരമണിക്കൂർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓൺലി ½ ആൻ അവർ മാത്രമേ നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ
ഇപ്പൊ നമ്മൾ രാവിലെ ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലെ ആപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്തിരുന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് ഇഷ്ടമാണെങ്കിൽ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നത് നമുക്ക്. ഓക്കെ, നല്ലൊരു ഇൻഫോർമേഷൻ ആണ് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ളവർക്ക് വൈകുന്നേരം ഇത് ഇതേപോലെ ചെയ്യാം. ദിവസവും 2 നേരമൊക്കെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തോരം എനർജി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമെന്ന് അറിയോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ പുതിയ അക്കാഡമിക് ഇയറിലോട്ട് ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നല്ല മിടുക്കരായിട്ട് എത്ര സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കണം. എല്ലാ സബ്ജക്റ്റും ഒരേപോലെയാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല, ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഓരോ രീതിയിലും പഠിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ ബ്രെയിൻ ഓരോ രീതിയിലും നമ്മൾ പ്രവർത്തിക്കണം. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആപ്റ്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാ കാര്യവും നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. राइट हैंड साइड में इधर ताप होता. Thank you, teacher. Thank you, teacher. Thank you. बरोबर. हाँ, ओके. ഇവിടുന്ന് ഞാൻ നോക്കുന്നു. ഇത്ര മതി. റിവേഴ്സ് എടുക്കാൻ പഠിച്ചായിരുന്നോ? ഗുഡ്. ഒരാളുടെ ഇപ്പോൾ വണ്ടി കേൾപ്പിച്ചിട്ട് വണ്ടി വണ്ടി ക്ലീൻ ആക്കിയിട്ട് പിന്നെ ചെയ്യിപ്പിക്കണം. ആര്? നിന്നോട് ചെയ്യില്ല. ആയിക്കോട്ടെ. പിന്നെ